കഥ പറഞ്ഞിരിക്കാനും കെനാവ് കാണാനും കോഴിക്കോട് കടപ്പുറത്തേക്കാളും നല്ല സ്ഥലം ദുനിയാവിലില്ല. ഏറെക്കുറെ എല്ലാ മുഹബത്തിന്റെ കഥയിലും ഏലക്കായും കറാമ്പൂവും ഇട്ട് കടുപ്പം കൂട്ടിയത് ഈ കടപ്പുറത്തു നിന്നാണ്. ഇന്റതും അന്നൊക്കെ ഈ നടത്തത്തിനൊരു സുഖേനു. തായോട്ട് ഇറങ്ങി നടക്കുമ്പോൾ കുരുത്തം കെട്ട ഏതേലും നമുക്ക് തരാ അറിയാണ്ട് വന്ന് കാല് നനച്ചാലും എനിക്ക് പരാതില്ലേനി. കാരണം പെണ്ണിനെ കാണാൻ പോകുന്നവനെ ചെങ്ങായിമാർ അറിയാണ്ട് വന്ന് സൊറാക്കണ മാതിരി അതൊന്ന് തോന്നി. ഓളയും കാത്ത് ഇങ്ങനെ ഇരിക്കേനു ഞാൻ കുറേ നേരം. വൈകി വരുന്നതിനെ പറ്റി ഞാൻ ഓളോട് ചോദിച്ചേ ഇല്ല. കുറച്ച് വൈകിയാണേലും ഓളിൻ്റെ ഹൂറിയാകുന്നത് കാണാൻ ഞാൻ സ്വപ്നം കണ്ടു. ഇവിടെ അടിക്കണ ഓരോ തിരയെയും നോക്കി എൻ്റെ മനസ്സിൽ ഇവൾക്ക് വേണ്ടി ആ സ്വപ്നത്തിന് ചുറ്റും കരിങ്കല്ലിൻ്റെ മതിലും കെട്ടി ഞാൻ. ഹാലിളകിയ ഒരു തിരയെയും ഓളെ കൊണ്ടുപോകാണ്ട് നിൽക്കാൻ. എന്നും ഞാൻ നേരത്തെ എത്തും, ഓളിവിടെ വരും, ഞങ്ങൾ കാണും. കടപ്പുറത്ത് ഇങ്ങനെ കാറ്റടിക്കണത് ഓളെ മൊഞ്ചു കൂട്ടാനാണെന്ന് വിശ്വസിച്ചാനാണ് ഈ ഞാൻ. എല്ലാം മറന്ന് ഞാനും ഓളും ഇങ്ങനെ നടക്കും. നിർത്താത്ത വർത്താനത്തിൻ്റെയും ചിരിൻ്റെയും ഇടയ്ക്ക് ഇവിടുത്തെ തിര എണ്ണി ഇരുന്നിട്ടില്ല ഞങ്ങൾ ഒരിക്കലും. പക്ഷേ ഓരോ തിരയും ഞങ്ങൾക്ക് കിട്ടിയ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. താമസമുണ്ടേ വരുവാൻ പ്രാണസഖി. കാലം കുറേ കഴിഞ്ഞുപോയി. ഇപ്പം ഞാൻ അതേ നടത്തം തന്നെയാണ്. ഒരു ദിവസം കാറ്റും കോളും തെരയും എല്ലാം ഒരൊറ്റ നോട്ടത്തിൽ ഒതുക്കി ഓള് പിയ്യാപ്പളിൻ്റെ അപ്പുറം നടന്നങ്ങോട്ട് പോയി. അപ്പണ്ടല്ലോ കാലിൻ്റെ അടിയിൽ നിന്ന് പോയി ഞെരിയണ സൗണ്ട്. ശശി ശശിന്ന് പറയും പോലെ തോന്നി. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോല വീതികളിൽ വേണുപുതു മാട്ടിടയൻ.